ഞാൻ 8ലാണ്. ഇങ്ങനെ നടന്നാൽ മതിയോടാ, വളർന്ന് വല്ലാണ്ട് 8ാം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാൽ 10ാം ക്ലാസ് നശിക്കണം. നീ ഉള്ള കാര്യം ഞാൻ പറയല, നശിക്കുക നമ്മളെ നശിപ്പിക്കടോ 10ാം ക്ലാസ്. ഒരു ഇതാണ് അവർ എന്തൊക്കെ അമ്മ പറയുന്നറിയോ, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴുത്തിലും 10 A+ മേടിച്ചില്ലേ നിനക്കൊന്നും എങ്ങും അഡ്മിഷൻ കിട്ടത്തില്ലെന്നൊക്കെ അവര് പറഞ്ഞത്. ചുമ്മാ പറ്റിക്കില്ല, മനസ്സിലായി? പറ്റിക്കുന്നതാണ്, ഊതി ചെയ്യുന്നത്. അമ്മരാണ്ട് പറയാം ഏതാണ്ട് വഴുത്തിരുവാണ്, കുന്തമാണ്, കിഴക്കാൻ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +1 കയറിയപ്പോൾ പറഞ്ഞെന്നറിയാം, ഇതുവരെ നിങ്ങൾ പഠിച്ചൊന്നുമില്ല, ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വഴുത്തിരു വരാം, കിഴക്ക വരും. അവിടെ ഇരുന്നാണ് എല്ലാം ഉടായിപ്പാണ്. +2 ആയി കഴിയുമ്പോൾ പറയും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. അപ്പം നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി പഠിക്കും. അപ്പം നമ്മുടെ അടുത്ത് പറയും +2 മാത്രം പോരാ, എൻട്രൻസ് എഴുതണം. എൻട്രൻസ് എഴുതിയാലേ നിങ്ങൾക്ക് ജോലി കിടത്തുള്ളൂ. ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ, എൻട്രൻസ് എഴുതണം. അപ്പം നമ്മൾ എൻട്രൻസ് പഠിക്കാം. എൻട്രൻസ് പഠിച്ച് ഡോക്ടർ ആവോ എഞ്ചിനീയർ ആവോ, എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ പറയും എഞ്ചിനീയർ ആയി. അപ്പം നമ്മൾ കോളേജിൽ കയറി പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നുമല്ല, ഇനിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഇപ്പോൾ 3ാമത്തെ വട്ടം വഴിത്തിരിവ് വരുന്നത്. അങ്ങനെ എഞ്ചിനീയറിങ് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സപ്ലി അടിച്ചോ എങ്ങനെയൊക്കെ പാസ്സായി വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിക്ക് പോകാൻ നേരം നമ്മൾ അങ്ങോട്ട് കയറുക, ഇൻ്റർവ്യൂവിന് അങ്ങോട്ട് കയറുക. അപ്പോൾ അവർ ചോദിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ എക്സ്പീരിയൻസ്? പഠിച്ചിറങ്ങി വന്നാൽ നമുക്ക് ആരും ജോലി തന്നിട്ടില്ല, പിന്നെ എങ്ങനെയാ എക്സ്പീരിയൻസ് കിട്ടുന്നത്? ജോലി കിട്ടാണ്ട് എങ്ങനെയാ എക്സ്പീരിയൻസ് ഉണ്ടാവും? പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവന്മാർ പറഞ്ഞെന്ന് പറയാം, +2 ജയിച്ചാൽ +A+ കിട്ടിയ ജോലി കിട്ടും, 10ാം ക്ലാസ്സിൽ +A+ കിട്ടിയ ജോലി കിട്ടും, ഡിഗ്രിക്ക് നല്ല മാർക്ക് മേടിച്ച ജോലി കിട്ടും. ഒന്നും കിട്ടത്തില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ. എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ എടുക്കണം. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആരും നമ്മളെ എടുക്കത്തില്ല. ഒരുമാതിരി മറ്റേടത്തെ അപരാധമാണ് ഉള്ളതായിരുന്നു ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജോലിയുടെ കാര്യം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാം സെറ്റാകും. എവിടെ വെറുതെയാണ്. നമ്മൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് പറയും ഹൗസ് സർജൻസി ചെയ്യണം, പിന്നെ നമ്മളെ അടുത്ത് പറയും PG ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് കയറി അവർ പറയും എക്സ്പീരിയൻസ് വേണം, അതിന് നമ്മൾ വേറെ ഏതെങ്കിലും ഡോക്ടറിന്റെ ഷെങ്കിടിയായിട്ട് 2-3 വർഷം വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പോഴത്തേക്ക് നമുക്ക് എത്ര വയസ്സ് വന്നറിയാം? 40 വയസ്സ്. അങ്ങനെ 40ാമത്തെ വയസ്സിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലിക്ക് കയറാം.